ഹായ് ഹലോ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ വീണക്കൊച്ചിൻ്റെ കല്യാണമാണ്. തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാല വെച്ചിട്ടാണ്. ചെറുത്തേരി എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഞാൻ ചെന്നപ്പോഴത്തേന് കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. കാരണം ഞാനും കുട്ടാപ്പിയൊക്കെ ആടി തൂങ്ങി ചെന്നപ്പോഴത്തേന് 12 മണിയായി. 11:30 മുഹൂർത്തം. എന്തായാലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എന്തായാലും കല്യാണ മണ്ഡപത്തിലെത്തി. ഞാൻ ചെന്നപ്പോൾ നമ്മുടെ പെങ്കൊച്ച് അവിടെ നിന്നുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ കയറി ചെന്നത്. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഞാൻ ലൈവ് തുടങ്ങിയ കാലം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ വീണക്കൊച്ച്. അപ്പോൾ അവിടെ കല്യാണം കൂടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി, അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാവരെയും കാണാൻ പറ്റി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ. ഞാൻ ചെന്ന സമയത്ത് വീഡിയോസ് എടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എന്നെ കണ്ടപ്പോഴത്തേന് ഇങ്ങനെ കൈയൊക്കെ പൊക്കി ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പൊക്കി ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞെന്നാൽ ഒരു കാര്യം ചേച്ചി നിന്ന് വീഡിയോസൊക്കെ ഇട്, ഫോട്ടോസ് ഇട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാനും കുട്ടാപ്പിയും കൂടാണ് നിന്നത്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നോ, ആ ചെറുക്കനാണെങ്കിൽ എന്നെ നീറ്റിൽ നിലയിൽ നിർത്തുകയല്ലാത്തൊരു ചെറുക്കൻ. പിന്നെ ഞാൻ നിശാന്തേട്ടൻ്റെ കയ്യിൽ ബാഗും കാര്യങ്ങളും ഒക്കെ കൊടുത്തു, ഫോണും എല്ലാം കൊടുത്തിട്ട് ഞാൻ പോയി അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു, യൂട്യൂബിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ ആരൊക്കെയോ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആരെയും അറിയത്തില്ലല്ലോ. അത് കാരണം എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എന്നോട് 3-4 പേര് നമ്മുടെ യൂട്യൂബിലൊക്കെ തന്നെയുള്ള 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ചെറിയ കല്യാണമായിരുന്നെങ്കിൽ നല്ല അതിമനോഹരമായിട്ട് തന്നെ നടന്നു. എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എൻ്റെ വീണക്കൊച്ചിന്. അപ്പോൾ ഞാനും കുട്ടാപ്പിയും ഇങ്ങനെ പോയി നിൽക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടാപ്പിക്ക് അവിടെ ഇരിക്കുന്ന ഇതില്ലേ തെങ്ങിൻ്റെ പൂങ്കൊല വേണം. അതിനാണ് ആ കിടന്ന് വാശി പിടിക്കുന്നത്. അപ്പം ഞാൻ അവനെ എടുത്ത് ഇത് കാണാത്ത രീതിയിൽ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അവനാണെങ്കിൽ അങ്ങോട്ട് തന്നെ നോക്കിയിട്ട് അമ്മ എനിക്കത് വേണം, അമ്മ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് നിശാന്തേട്ടനെ കണ്ണ് കാണിക്കുന്നുണ്ട്. നിശാന്തേട്ടാ ഇത് നടക്കത്തില്ല, ഈ ചെറുക്കൻ ബഹളമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു തരത്തിൽ നിശാന്തേട്ടൻ അവിടെ നിന്നുകൊണ്ട് കൈയും കാലും ഒക്കെ കാണിച്ച് അവനെ ഒന്ന് മെരുക്കി എടുത്തിട്ടാണ് ഞാൻ ഈ നിൽക്കണത് കേട്ടോ. എൻ്റെ ഒരു കഷ്ടപ്പാട് നോക്കണേ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി നിന്ന് വീഡിയോസും ഫോട്ടോസും ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. ഹാപ്പി മാരീഡ് ലൈഫൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു. സുശാന്തിന് നമ്മൾ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് എൻ്റെ വീണക്കൊച്ചിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് 3-4 വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുത്തേരി എന്ന് പറയുന്ന ഓഡിറ്റോറിയമാണ്, അതായത് വിളപ്പിശാല എന്നൊരു ഞങ്ങൾ വിളപ്പിശാല കഴിഞ്ഞ് കുറച്ച് മുമ്പിലായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോയ്ക്ക് ബാക്കിലേക്ക് പോവുമായിരുന്നു. അവിടെ എന്തായാലും അവളെ കാണാൻ പറ്റി. അവളുടെ സന്തോഷം, ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവളുടെ ഹാപ്പിനെസ്സിൽ, അവളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യത്തിൽ എനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ, എനിക്കും എൻ്റെ കുടുംബത്തിനും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം കണ്ട അതിനിടയ്ക്ക് കുട്ടാപ്പി എനിക്കിട്ട് നല്ല അടി വെച്ചിരുന്നുണ്ട്. ഇപ്പം ആ ഷൂ ഒക്കെ വലിച്ച് വാരി എറിയും. ഇപ്പം എൻ്റെ മോൻ അങ്ങനെയാണ് കേട്ടോ. എവിടെയെങ്കിലും ചെന്ന് അടങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം എൻ്റെ മകനില്ലാത്തതിനാലും, നിങ്ങൾ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ, അവൻ്റെ സ്വരമില്ലാത്ത ഒരു ലൈവ് പോലും. ഇതിനിടയ്ക്ക് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. നല്ല അടിപൊളി തിരുവനന്തപുരം സദ്യയായിരുന്നു കഴിച്ചേ. അപ്പോൾ എൻ്റെ കുട്ടാപ്പി ആദ്യമായിട്ടാണ് കേട്ടോ തിരുവനന്തപുരം സദ്യ കഴിക്കുന്നത്. പുള്ളിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം. അവൻ്റെ അപ്പം തിരുവനന്തപുരംകാരനാണല്ലോ. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് കേട്ടോ അവൻ കഴിക്കുന്നത്. ഇഞ്ചിക്കറി ആയാലും അച്ചാറായാലും പച്ചടി ആയാലും കിച്ചടി ആയാലും അതിൻ്റേതായ രീതിക്ക് തന്നെയാണ് കുട്ടാപ്പി കഴിക്കുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് എന്താണ് പറയുന്നത്, ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം. പക്ഷേ കുട്ടാപ്പി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ കുറേ അവൻ കഴിച്ചിട്ട് നന്നാ ആസ്വദിച്ച ഫുഡ് കഴിച്ചു. അവന് തന്നെ ഒരു ഇലയിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഇന്ന് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ആസ്വദിച്ച് കഴിക്കേണ്ട പായസം, പപ്പടം, പഴം എല്ലാം കൂട്ടി കഴിച്ചു. ഇതുപോലെ അഞ്ഞിട്ട് ഗ്ലാസ്സിൽ അവൻ പായസം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. നിശാന്തേട്ടൻ അവിടെ നിന്നിട്ട് ശരിയാകാഞ്ഞിട്ട് നിശാന്തേട്ടൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഞങ്ങളുടെ വീഡിയോസ് എടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് കുട്ടാപ്പി അവിടെ നിന്ന് എഴുന്നേക്കുന്നേ ഇല്ല. എല്ലാവരും കുട്ടാപ്പിക്കിട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഈ കുഞ്ഞ് ഇവനെന്തായി കാണിക്കുന്നതെന്ന് നോക്കണ്ട. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, അച്ചാറും പച്ചടിയൊക്കെ എടുത്ത് തൊട്ട് വായി വെക്കുന്ന എക്സ്പ്രഷനാണ് കേട്ടോ. അയ്യോ പാവം, നന്നായിട്ട് കഴിച്ചു. അപ്പോൾ മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അവൾക്കും അവിടെ കുടുംബത്തിനും
ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് ഞങ്ങൾ പാളയത്ത് വന്നിറങ്ങിയിട്ട് നടക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ നിശാന്തേട്ടൻ എന്നോട് പറഞ്ഞു ഒരു വീഡിയോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.